നമ്മൾ ഈ പ്രോബ്ലത്തിനെ ഫസ്റ്റ് ലെയറിൽ തന്നെ എപ്പോഴും ജഡ്ജ് ചെയ്യും. ബട്ട് ഐ തിങ്ക് ദാറ്റ്സ് റോങ്. കാരണം നിങ്ങൾ ഒരു പ്രോബ്ലം കാണുകയാണെങ്കിൽ ഓക്കെ, അതാണ് എന്റെ പ്രോബ്ലം എന്നിട്ട് അങ്ങാണ്ട് ഇരിക്കലാണ്. പക്ഷെ ശരിക്കും പ്രോബ്ലത്തിന്റെ പിന്നിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും, അതാണ് സോൾവ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ പറഞ്ഞുതരാം. കോമൺ എക്സാമ്പിൾ വിച്ച് ഈസ് ലൈക്ക് ഐ ഡോണ്ട് ലവ് ടു സ്റ്റഡി, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് പഠിക്കാൻ കഴിയുന്ന ഒരാളില്ല എന്നുള്ള കാര്യമാണ് ഒരു പ്രോബ്ലം. നിങ്ങളെ അതങ്ങനെ പറയുകയാണെങ്കിൽ അതിന് ശരിക്കും ഒരു സൊല്യൂഷൻ ഇല്ല. പക്ഷെ ശരിക്കും ആലോചിക്കുകയാണെങ്കിൽ അതും ആയിരിക്കില്ല നിങ്ങളുടെ പ്രോബ്ലം, പഠിക്കാൻ പറ്റാത്ത ആയിരിക്കില്ല പ്രോബ്ലം. അതിന്റെ ഉള്ളിൽ വേറെന്തോ സാധനം ഉണ്ടാവും. ഇതായിരിക്കും എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ല ബിക്കോസ് ഞാൻ ഇവിടുന്ന് പഠിക്കുകയാണെങ്കിൽ എനിക്ക് ഫ്രണ്ട്സിന്റെ കൂടെ ഈ കാര്യത്തിലൊന്നും പോകാൻ പറ്റൂല. അതേക്കും പ്രോബ്ലം. അത് ഉണ്ടായതുകൊണ്ടായിരിക്കും യൂണിറ്റിലേക്ക് മടി ഉണ്ടാവുന്നത്, എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല എന്ന് പറയുന്നത്. ഇതാണ് പ്രോബ്ലം എങ്കിൽ നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ട്. വിച്ച് ഈസ് ലൈക്ക് ഞാൻ ഒരു ദിവസം ഈ ടൈം പഠിക്കും, 4 മണിക്കൂർ പഠിക്കും, ബാക്കിയുള്ള ടൈം ഫ്രണ്ട്സിലൂടെ പോകും. ഇങ്ങനെ എല്ലാ ദിവസം ചെയ്യുകയാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് നിങ്ങൾ സ്റ്റഡീസ് കംപ്ലീറ്റ് ആവും. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ആയി കഴിയും. ബിക്കോസ് നൗ നിങ്ങൾ ആ ഫസ്റ്റ് ലെയർ, അതായത് എനിക്ക് പഠിക്കാൻ ഇഷ്ടമില്ല എന്നുള്ള ലെയർ മാറ്റി അതിന്റെ ഉള്ളിൽ അത് ലെയേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം കറക്റ്റ് എന്താണെന്ന് കിട്ടി, നിങ്ങൾ അത് സോൾവ് ചെയ്തു. സോ ശരിക്കും ഒരു പ്രോബ്ലത്തിന് അതർ ലെയേഴ്സ് ഉണ്ടാവും. അതിൽ ഏതോ ഒരു ലെയർ മാത്രമാണ് നിങ്ങൾ ഏറ്റവും വലിയ പ്രോബ്ലം. ആൻഡ് അതർ ലെയേഴ്സിൽ നമുക്ക് എപ്പോഴും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. തിങ് ഇസ് ദാറ്റ് ഒരു പ്രോബ്ലത്തിന്റെ ഉള്ളിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതർ ലെയേഴ്സ്, അതിൽ ഏതോ ഒരു ലെയർ മാത്രമാണ് നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതും അതിൽ ഏതോ ഒരു ലെയർ ആണ് നിങ്ങൾ ഏറ്റവും വലിയ തലവേദന. പക്ഷേ എല്ലാ ലെയേഴ്സ്, അതർ ലെയേഴ്സിന് എപ്പോഴും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. സോ നിങ്ങൾ അതർ ലെയേഴ്സ് മനസ്സിലാക്കുകയാണെങ്കിൽ ശരിക്കും ഒരു പ്രോബ്ലത്തിന്റെ പേരിൽ എന്താണ് റിയൽ ആയിട്ടുള്ള പ്രോബ്ലം ഇരുന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, ലൈക്ക് കോൺസ്റ്റന്റ്ലി ആസ്ക് വൈ, എന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് ദ അതർ ലെയേഴ്സ് മനസ്സിലാക്കുകയാണെങ്കിൽ യു വിൽ നോ എന്തായാലും ഏറ്റവും വലിയ തലവേദന. ആൻഡ് അതിന്റെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും.